അല്ല ഞങ്ങളുടെ ഒരു പഴയ സിനിമയിലെ മോഹൻലാൽ പറഞ്ഞ ബാലേട്ടൻ്റെ ഒരു ലാലേട്ടനാണ്. എന്റെ കാര്യങ്ങൾ ഓടി വരാൻ എല്ലാത്തിനും ഒരു പുള്ളിയുണ്ട് വ്യക്തിയാണ്. 18 മാസത്തെ കുടിശ്ശിക ഈ ക്ഷേമപ്പെടുത്തൽ മാത്രത്തിൽ ഇവിടെ ഉണ്ടാക്കി. ആ കുടിശ്ശിക എല്ലാം ഈ പിണറായി സർക്കാർ വന്ന പിന്നെയാണ് അതെല്ലാം മുഖത്തത്. ഉഗ്രൻ അതിന് ഗ്യാരണ്ടി. കാരണം എന്താ വെച്ചാൽ വികസന പരിപാടിക്ക് ഉഗ്രന ആളാണ് അയാൾ. പേര് ഹരിദാസ്. ഞാൻ അത്താണിയിലെ ഓട്ടോ ഡ്രൈവറാണ്. 26 വർഷമായി. ഞാൻ എൻ്റെ രാഷ്ട്രീയം CPM ആണ്. ഞാൻ പൊതുവായി പറയാം, ഇവിടെ 15 വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന MLA ആലുവയിലെ ജനങ്ങളെ 15 വർഷമായിട്ട് പരിശീലിപ്പിക്കുകയാണ്. കാരണം ഒരു വികസനവും നടത്തില്ല. ആകെ പുള്ളി നടത്തിയ വികസനം ആലുവയിലേക്ക് പുഴയിലേക്ക് ഒരു പാലം നടത്തിയ വികസനം മാത്രമേ ഇവിടെ നടത്തി. 15 കൊല്ലം ആലുവക്കാരുടെ പാഴായി പോയ കൊല്ലമായി മാറി. ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ച് ജനങ്ങളെ ഇടപെടലും സാമൂഹിക രഹിതരായത് റോഡ് വികസനം, അതുപോലെ അങ്ങനെ നിരവധി വികസനങ്ങൾ നടത്തിക്കൊണ്ടൊരു സർക്കാർ തുടർന്ന് സർക്കാർ വരണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം പൊതുവായിട്ട്. പിന്നീട് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ പൊതുവായ ഒരു വികസനവും ഇപ്പോൾ വൃത്തിയായിട്ടുള്ള ആലുവ മാർക്കറ്റ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡുകൾ, അങ്ങനെ പാലങ്ങൾ, ഒരു വികസനവും 15 വർഷമായിട്ട് നിർമ്മിച്ച് കിടക്കണം. ഒന്നും നടന്നു. നമ്മുടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ പറഞ്ഞത് നമുക്ക് ഗുണമില്ല ദോഷമില്ല. ഗുണമില്ല ദോഷമില്ല. MLA കുഴപ്പമില്ല. ഓക്കെ. നമ്മുടെ നിലവിലെ സർക്കാരിനെ കുറിച്ചുള്ള ചേട്ടന്റെ അഭിപ്രായം? സർക്കാരിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അഭിപ്രായമാണ്. എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇപ്പൊ ഒരു പരിപാടി നടക്കുന്നില്ല. കേരളത്തിന്റെ വികസനമാണെങ്കിലും അതുമില്ല, ഒന്നുമില്ല, തൊഴിലില്ല, ഒരു പരിപാടി നടക്കുന്നില്ല. നമ്മുടെ സ്ഥലത്തെ MLA കുറിച്ച് 2 വാക്ക് പറയാമെങ്കിൽ? MLA വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണെന്നാണ് ഇപ്പൊ നിലവിലുള്ള. കുഴപ്പമില്ല. 3 പ്രാവശ്യമായല്ലോ ഇപ്പൊ നിലവിൽ. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം CPM-ന്റെ വളരെ കരുത്തനായ ഒരു നേതാവാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? മാറ്റമുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പേര് പറഞ്ഞു? ലത്തീഫ്. ഇത് പുത്തൻതോട്, അത്താണി പുത്തോട്. പിന്നെ ഇപ്പോഴത്തെ സർക്കാർ വെച്ച് നോക്കുമ്പോൾ വളരെ മോശമായ ഭരണം കാര്യങ്ങളൊക്കെയാണ്. അഴിമതി, പിന്നെ ഹോസ്പിറ്റലിതമായ ബുദ്ധിമുട്ട്, ഹോസ്പിറ്റൽ പല മരണങ്ങളും ആവശ്യങ്ങളും എല്ലാം കൊണ്ടും വളരെ ആരോഗ്യ മേഖല വളരെ മോശത്തിലാണ്. പിന്നെ സ്ഥലം MLA കുറിച്ച് പറഞ്ഞ സ്ഥലം MLA കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ്. ഇവിടെ നമ്മളുടെ 3 വർഷം ഇവിടെ MLA ആണ്. പുള്ളി നല്ല നമ്മുടെ ഇവിടുത്തെ കാഴ്ചവെക്കുന്നുണ്ട്. നല്ല വികസനങ്ങളുണ്ട്. വീടുകൾ, പല വീടുകൾ നിർമ്മാണവും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പിന്നെ ജനങ്ങൾക്ക് നല്ല സമ്മതിതനായ ഒരു നേതാവ് തന്നെയാണ് അൻവർ സാദത്ത് MLA. ഞാൻ MK അലി, സ്ഥലം ചങ്ങമനാട്, ആലുവ നിയോജകമണ്ഡലം. ഓക്കെ. ഇവിടെ നിൽക്കുന്നത് ആരിഫാണ്, LDF സ്ഥാനാർത്ഥി. ആരിഫ് ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ്റിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഗവൺമെൻറ് നല്ല ഭരണമാണ്. എല്ലാവിധ ക്ഷേമ പെൻഷനും കൊടുക്കുന്നുണ്ട്. വികസനം നന്നായിട്ട് നടക്കുന്നുണ്ട്. ആലുവ MLA, ഇപ്പോഴത്തെ MLA അൻവർ സാദത്ത് പോരാ. കാരണം വികസനം വളരെ കുറവാണ്. പിന്നെ ഇപ്രാവശ്യം ആരിഫ് ജയിക്കുന്നതാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇനി പറഞ്ഞു. രഘു, പുതുവശ്ശേരി, വെട്ടുമേര്, ഈ മടത്തിപ്പറമ്പ്. നമ്മുടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് രഘുവേട്ടന്റെ അഭിപ്രായത്തില്? നമുക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥിയും ഇതും MLA അൻവർ സാദത്താണ്. ജയിക്കോ? ജയിക്കുന്നതാണ് നമ്മുടെ ഇത്. അങ്ങനെ അയക്കണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം ഇപ്രാവശ്യം ആരിഫാണ് ഇവിടെ നിന്ന് മത്സരിക്കാൻ പോകുന്നത്, ആലപ്പുഴ. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടാവില്ല? അതൊന്നുമില്ല. ഇല്ല, നമുക്ക് നമുക്ക് താല്പര്യം. പുതുവശ്ശേരി. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് കുട്ടൻ. ഇവിടുത്തെ നമ്മുടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? നമുക്ക് നല്ല അഭിപ്രായം. നല്ല അഭിപ്രായമാണ്. നമ്മുടെ MLA കുറിച്ചോ? MLA കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. ഓക്കെ. അപ്പോൾ MLA ഇപ്രാവശ്യം ജയിക്കുമോ? ഇവിടുന്ന് ജയിക്കുന്നത് താല്പര്യമാണ് ഞങ്ങളുടെ. ജയിക്കുന്നതാണ് നമ്മുടെ താല്പര്യം. അതാണ് ബാക്കി ജനങ്ങൾ തീരുമാനിക്കണം അല്ലേ? നമ്മുടെ താല്പര്യം. പേരും സ്ഥലം പറഞ്ഞ്. എൻ്റെ പേര് മനാഫ് എന്നാണ്. ഞാൻ ചെങ്ങമനാട് പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ്.
നമ്മുടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിലവിലെ സർക്കാരിനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ നല്ല ഭരണമൊക്കെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ പലരും പലതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്ഥലത്തെ MLA കുറിച്ച്? MLA ഞങ്ങളുടെ ഒരു പഴയ സിനിമയിലെ മോഹൻലാൽ പറഞ്ഞ ബാലേട്ടൻ്റെ ഒരു ലാലേട്ടനാണ്. എന്റെ കാര്യങ്ങൾ ഓടി വരാൻ എല്ലാത്തിനും ഒരു പുള്ളിയുണ്ട് വ്യക്തിയാണ്. ഓക്കെ, ആളെ സ്ഥലം? എന്റെ പേര് നവാസ്. ഞാൻ ആലുവ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന ആളാണ്. സ്ഥലം ദേശമാണിത്, ആലുവ ദേശം ആണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതെ, ആലുവ MLA ശ്രീ അൻവർ സാദത്തിന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഇപ്പൊ നമ്മുടെ ഈ പ്രദേശം ഉൾപ്പെടുന്നത്. വളരെ മോശമാണ് ഇവിടുത്തെ MLA, വളരെ മോശം MLA ആണ്. കാരണം ആലുവയുടെ ബ്ലോക്കൊക്കെ വളരെ നാൾക്ക് നാളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്ലോക്ക് കാര്യങ്ങൾ 15 വർഷം മുമ്പുണ്ടായിരുന്ന ആലുവ എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ആലുവ നിലനിൽക്കുന്നത്. അതിനകത്ത് ഒരു മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ആലുവ. സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? സർക്കാരിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. കാരണം കിഫ്ബി പദ്ധതി ഉപയോഗിച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ. സ്കൂളുകൾ ഹൈടെക് ആയി. അപ്പൊ ആ നല്ല കാര്യങ്ങളൊന്നും ആലുവയിൽ വന്നില്ല. വരുന്നില്ല. ആകെ 52 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതായത് സാധാരണ ഒരു MLA ഫണ്ടിൽ നിന്ന്, രാഷ്ട്രീയ വികസന ഫണ്ടിൽ നിന്ന് കിട്ടുന്നതല്ലേ. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. കാരണം അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമസഭയിൽ അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ നടത്തണം, അതിനനുസരിച്ചിട്ട് സംസാരിക്കണം, സമ്മർദ്ദം ചെലുത്തണം. ഇതൊന്നും ഇല്ലാതെ വെറുതെ എങ്ങനെയാണോ നിലനിൽക്കുന്നത് ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു മാറ്റമില്ല. ചന്ദ്രൻ കുറയാറ് പട്ടുണ്ടാക്കൽ ജലത്തിന്റെ കാര്യത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ MLA 5 കൊല്ലം 15 കൊല്ലം ജയിച്ചു പോയിട്ട് ഈ ഇലക്ഷൻ വരെ മാത്രമേ രംഗത്തോട്ട് വരാറുള്ളൂ. ബാക്കി ഈ നാള് വരെ ഈ സ്ഥലത്ത് എന്തുണ്ടായി എന്തുണ്ടാകും ഒരു ആരും അന്വേഷിക്കാനോ നോക്കാനോ അയാൾക്ക് നേരമില്ല. അങ്ങനത്തെ ഒരു MLA ആണ് ഇപ്പോൾ ഇവിടെ അൻവർ സാദക്ക് മത്സരിക്കാൻ കയറി വന്നേക്കണേ. പിന്നെ അയാൾക്ക് എതിര് നിൽക്കുന്ന ആള് എങ്ങനെയൊക്കെ എന്നുള്ളത് ഞങ്ങൾ ഇന്നിപ്പോ കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ. അതിനിപ്പുറം ഒരു കാര്യം പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ സർക്കാരിനെ പറ്റി പറയാൻ? സർക്കാർ ഉഗ്രൻ, അതിന് ഗ്യാരണ്ടി. കാരണം എന്താ വെച്ചാൽ വികസന പരിപാടിക്ക് ഉഗ്രന ആളാണ് അയാൾ. ഇവിടെ ഈ മെട്രോ പാലം വന്ന പ്രശ്നം ഇത്രയും കാലം ഇവിടെ ഉണ്ടായിട്ട് പോലും ഒരു സർക്കാരും ചെയ്തിട്ടില്ല. ഇയാൾ കയറി വന്നുണ്ടാക്കണ തറവാട്ട് സ്വത്ത് വിട്ടാണ് ഉണ്ടാക്കണേ. അത്രക്ക് ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ പേര് മക്കാട് കുഞ്ഞ്. കുറെ ആള് ഗാന്ധിപുരത്താണ് താമസം. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. 18 മാസം ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോ, അല്ല കേരളത്തിൽ 5 കൊല്ലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ 18 മാസത്തെ കുടിശ്ശിക ഈ ക്ഷേമപ്പെടുത്തം മാത്രത്തിൽ ഇവിടെ ഉണ്ടാക്കി. ആ കുടിശ്ശിക എല്ലാം ഈ പിണറായി സർക്കാർ വന്ന പിന്നെയാണ് അതെല്ലാം മുഖത്തത് തീർത്തത്, അതെല്ലാവർക്കും കിട്ടിയത്. അതിനുശേഷം ഇന്ന് വരെ ആ പെൻഷൻ മുടങ്ങിയിട്ടില്ല. 600 രൂപക്ക് 18 മാസത്തെ കുടിശ്ശിക വർദ്ധിച്ച ആ സർക്കാർ ഇനിയൊരു അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും UDF വോട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ല. LDF വിജയിച്ച് വരണം, എന്നാലേ നാട് രക്ഷപ്പെടുള്ളൂ. ഞാൻ ചെങ്ങനാട് പഞ്ചായത്തിൽ 12ാം വാർഡിലെ ഒരു വോട്ടറാണ്. കഴിഞ്ഞ 15 വർഷത്തെ ഭരണം MLA വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടി നല്ല സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നല്ല ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ MLA അൻവർ സാദത്ത് ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം ആരിഫാണ് മത്സരിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിഞ്ഞ 15 വർഷമായി നിരന്തരം ഈ മണ്ഡലത്തിൽ അൻവർ സാദത്തിന് ഒരു എതിരാളി എന്ന് പറയാൻ ആരും നിലവിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. നിലവിലെ സർക്കാരിനെ പറ്റി പറയുകയാണെങ്കിൽ? സർക്കാരിന്റെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഭരണം അത്ര തൃപ്തികരമല്ല എന്നുള്ളതാണ്. പറഞ്ഞു. എന്റെ പേര് ഷാജഹാൻ. എന്റെ പേര് ഞാൻ താമസിക്കുന്നത് കായ്ക്കാത്ത. ഇവിടുത്തെ ഇപ്പോൾ ഈ ഭരണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് രാഷ്ട്രീയത്തിനെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും ഇവിടുത്തെ MLA ഇത്തിരി DCP മെമ്പറാണ് അൻവർ സാദത്ത്. പുള്ളി എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉള്ളവരുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പെൻഷൻ അങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അത് നമുക്കിത് ആയിട്ടില്ല. പെൻഷൻ കിട്ടുന്നില്ല. ആയിട്ടില്ല, അത് അത്രയും പ്രായമായിട്ടില്ല. അത്രയും പ്രായം? അതെ, ഓക്കെ. 60 വയസ്സായിട്ടില്ല. ഓക്കെ. കാരണം ഇത് ജന്മന, അതായത് നമ്മുടെ പാരമ്പര്യമാണിത്. അത് ആയിട്ടില്ല.
ആ ഇനി 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 പറഞ്ഞു പേര് പറഞ്ഞ സ്ഥലപ്പേര് പറ. അബ്ദുൽ ഗഫൂർ. ആ സ്ഥലം തോട്ടുമുഖം. തോട്ടുമുഖം. നമ്മുടെ നിലവിലെ സർക്കാരിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സർക്കാർ ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്ഥലത്ത് MLA MLA ആ അടി സൂപ്പറാണ്. ഓക്കെ. ഇത്രേ ഉള്ളൂ.